ശ്രീ ജലീൽ പുനലൂർ, ഇവിടെ ഒരു ജനപ്രതിനിധി ലൈംഗിക ആരോപണ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അഴിമതി വിഷയത്തിൽ പെടുമ്പോൾ സാധാരണയായി കണ്ടുവരുന്നത് ഇരുപക്ഷവും ചേർന്ന് നിങ്ങൾക്ക് ഇത്ര ആളുകളില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നീ ഒരു തീരുമാനം എടുത്തില്ലേ എന്ന് നിരന്തരം ആവർത്തിക്കുന്നതാണ്. താങ്കളും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലല്ലാതെ മറ്റുള്ള നേതാക്കൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ചൂണ്ടിക്കാട്ടുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കളെയാണ്. പക്ഷേ ഒരു മാതൃകാപരമായ രീതിയിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന തലത്തിലേക്ക് ആയിരിക്കണം ഒരു ജനപ്രതിനിധിയുടെ പെരുമാറ്റം. അതനുസരിച്ചുള്ള ചട്ടക്കൂട്ടിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു സന്ദേശമായി നൽകാൻ എന്തുകൊണ്ടാണ് ഈ പാർട്ടികൾക്കൊന്നും ഇതുവരെ സാധിക്കാത്തത്? ഇതിന് കൃത്യമായി അക്കമിട്ട് ഞാൻ മറുപടി പറഞ്ഞതാണ്. പക്ഷെ എന്തുകൊണ്ടോ താങ്കൾ അടക്കമുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല. നായനാർ സർക്കാരിന്റെ കാലത്തുണ്ടായ പി ജെ ജോസഫ് കേസ് മുതൽ ഇങ്ങേയറ്റം പി ശശിയുടെ വിഷയം വരെ, അപ്പോൾ പോലും അതിനെ വസ്തുതാവിരുദ്ധമായി വഴിതിരിച്ചു വിടാനാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയും താങ്കളടക്കമുള്ളവർ ശ്രമിക്കുന്നത്. പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നതാണ് ഇപ്പോൾ വലിയ ആശ്ചര്യകരമായി തോന്നുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കളോട് തന്നെ ചോദിക്കുന്നത്. ഇന്ന് രാജ്യം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിജി, രാജ്യത്തിന്റെ ഏറ്റവും ശക്തനായ ആഭ്യന്തരമന്ത്രി എന്ന് BJP പറയുന്ന അമിത്ഷാജി, ഇവർ രണ്ടുപേരും കുറ്റാരോപിതർ മാത്രമല്ല, അമിത്ഷാജി തടവിൽ പാർപ്പിക്കപ്പെട്ട ആളാണ് കുറ്റാരോപണത്തിന്റെ പേരിൽ. കാലാകാലത്തേക്കും കുറ്റാരോപിതരെ തടവിൽ പാർപ്പിക്കാനോ അവരെ കളങ്കിതരായി പൊതുരംഗത്ത് മാറ്റി നിർത്താനോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ? മോഡിജിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാമെങ്കിൽ അമിത്ഷായ്ക്ക് അതും ഏത് കേസാ? കൂട്ടക്കൊലയുടെ കേസുകളിലാണ്. ജയിലിൽ നിന്നും പുറത്തിറങ്ങി ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളാമെങ്കിൽ പി ശശിയെ പോലെയുള്ള ഒരാൾക്കെതിരെ ഒരു യുവതി കൊടുത്ത ഒരു പരാതി, ആ പരാതിയുടെ മെറിറ്റ് പരിശോധിച്ചു. അതിന്റെ അന്വേഷണം നടക്കുന്ന കാലയളവിൽ മുഴുവനും അദ്ദേഹത്തെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ രാഷ്ട്രീയ വനവാസത്തിന് അയച്ചു. അദ്ദേഹം തലശ്ശേരിയിൽ പോയി തന്റെ പഴയ വക്കീൽ പണി നോക്കി. എല്ലാം കഴിഞ്ഞു 1-2 വർഷമല്ല, ദശാബ്ദങ്ങൾക്ക് ശേഷം അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി. തിരിച്ചു വന്നാൽ സ്വീകരിക്കേണ്ടെന്നാണോ നിങ്ങളുടെ പക്ഷം? അപ്പൊ ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി, ഞാൻ കോൺഗ്രസിനെ കൂടുതൽ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിക്കൊക്കെ ഇപ്പോഴാണോ ഈ ധാർമ്മികതയും ഗാന്ധിസവും ഒക്കെ മനസ്സിലായത്? എന്നെ ആശ്ചര്യപ്പെടുത്തുക. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ദേഹം എന്ന് പറയുന്നത് ഒരു ദേവാലയമാണ്. ദേവാലയത്തോട് കാട്ടുന്ന എല്ലാ സ്നേഹ ബഹുമാന ആദരവുകളും കാട്ടേണ്ട ഒരു സ്ഥലമാണ് അവനവന്റെ ദേഹം എന്ന് പറയുന്നത്. ഇതൊക്കെ കോൺഗ്രസ്സുകാർ ഇപ്പോഴാണോ രാഹുൽ മാങ്കൂട്ടത്തിനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ക്ലാസ് എടുക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരി, ഒരു കാര്യം ചോദിച്ചോട്ടെ. സ്ത്രീത്വത്തെ കുറിച്ച് താങ്കൾ ഇങ്ങനെ വാചാലയാവുന്നുണ്ടല്ലോ. നിലമ്പൂരിൽ DCCയുടെ ഓഫീസിലാണ് രാധ എന്ന് പറയുന്ന ഒരു സഹോദരി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുക മാത്രമല്ല, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടിയാ കോൺഗ്രസിലെ പ്രതികൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്? ആ പ്രതികളാക്കപ്പെട്ടവർ പിന്നീട് തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണി വിജയം നേടി അധികാരത്തിൽ കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെയുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മോഡിയെയും അമിത്ഷായെയും ഒക്കെ എതിർക്കാൻ സാധിക്കുന്നത്? താങ്കളുടെ വാദം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കുറ്റക്കാരൻ ഈ നാട്ടിൽ 2 പ്രാവശ്യം MP ആയില്ലേ, ജനങ്ങൾ വോട്ട് ചെയ്തില്ലേന്നാ? അങ്ങനെയുണ്ടെങ്കിൽ മോഡിയെയോ അല്ലെങ്കിൽ അമിത്ഷാജിയോ നമുക്ക് വിമർശിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ, ഇപ്പോൾ ഈ ധാർമ്മികതയും ഗാന്ധിസവും ഒക്കെ കോൺഗ്രസിന് ഉയർന്നു വന്നിരിക്കുന്നത് അതിനോടുള്ള പ്രതിബദ്ധതയൊന്നുമല്ല, മറിച്ച് നിലവിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഞാൻ നിഷ്പക്ഷമായിട്ട്, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നില മാറ്റിയിട്ട് നിഷ്പക്ഷമായിട്ടൊരു കാര്യം പറയട്ടെ. ഏറ്റവും മഹനീയമായിരുന്നു കേരളത്തിന്റെ പൊതു പ്രവർത്തന മേഖല. ഉള്ള സമ്പത്ത് മുഴുവൻ EMS ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ളവര് കാട്ടിത്തന്ന ഒരു മഹാമാതൃകയുണ്ട്. 50,000 പറ നെല്ലിന്റെ ആസ്തി ഉണ്ടായിരുന്ന അദ്ദേഹം അവസാനം മകളുടെ വാടക വീട്ടിൽ കിടന്നിട്ടാണ് മരിക്കേണ്ട ഗതികേട് വന്നത്. ആ നാട്ടിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ എത്ര പെട്ടെന്നാണ് കോൺഗ്രസിന്റെ അപ്പോസ്തലന്മാരായി മാറിയത്? ആരാണ് ഇതിന് പിന്നിൽ? പാർട്ടിക്ക് വേണ്ടി ഇത്രയും ത്യാഗോജ്വലമായ ജീവിതം നയിച്ച വേറെയും ഒരുപാട് നേതാക്കളുണ്ടോ? രമേശ് ചെന്നിത്തലയും K മുരളീധരനെയും ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ഈ റീൽസിന്റെ വക്താക്കളായ രാഹുൽ ജിയൊക്കെ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവന്നത് എന്തിന്റെ പേരിലാണ്? ഒന്നുകൂടി കോൺഗ്രസ് ചിന്തിക്കണം. റാഡോ വാച്ചും ഇന്നോവ കാറും പളുപളുത്ത കതറും നോട്ടുകെട്ടിന്റെ വലിപ്പവും ഒക്കെ സ്ഥാനാർത്ഥിത്വത്തിന്റെയും ഭാരവാഹിത്വത്തിന്റെയൊക്കെ പൊതുമാനദണ്ഡമാകുന്ന ഒരു നശിച്ച കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത്
കോൺഗ്രസിന് ഒരു തിരുത്തൽ ശക്തിയാകാൻ ലഭിച്ച ഒരു പുണ്യാവസരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ കോൺഗ്രസ് കാണണം. മറിച്ച് കേവലം ഒരു പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിന്റെ ജയപരാജയങ്ങളായി നോക്കിക്കാണുന്ന ഏർപ്പാട് നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് മറ്റൊരു UP ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ശരി, തിരുത്തലും ധാർമ്മികതയും ഒക്കെയാണോ അതോ വെട്ടിനിരത്തൽ തന്നെ ആയിരുന്നോ എന്നുള്ളത് ഇനി തെളിയാനിരിക്കുന്ന കാര്യം മാത്രമാണ്.